നിങ്ങൾ ഗ്ലൗസ് കൈ കറക്കാക്കാനേക്കാരല്ലേ? ഇത് കമ്പനി തരും, അത് നമ്മള് വാങ്ങണോ? പെണ്ണിട്ടില്ല. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലേ? കാണുമ്പോ നല്ല പ്രായം ഉണ്ടല്ലോടാ. ഇമ്മല്ല, എമ്മ. ഹലോ ഗായ്സ്, എന്താ പരിപാടി? മൂന്നാക്കും വണ്ടിന്തേ? ഹലോ ഗായ്സ്, കുട്ടികളടുത്ത് ക്യാമറ കൊണ്ടുപോയാ ഓല് പന്റെ ഐഡിയ പഠിച്ചിരിക്കണേ. എന്തെങ്കിലും ഓൽക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേഗം വീഡിയോ എടുക്കുമ്പോ യൂട്യൂബിൽ അതാണ് പറയാടാ. ഓൽക്ക് ഓറഞ്ച് അല്ല, ഓല് ഓരോരോ എടാ ഒന്നായി. എന്തിനാണ് ആ കുട്ടീനെ പഠിപ്പിച്ചത്? ഇബ്രാഹിം നീച്ച് ചെറിയ കുട്ടികൾ ജിബ്രാഹിമാണ് ഇരുന്നോ? അല്ലെ ഓല്ലാണ്ട് അവിടെ കളിച്ചോട്ടെ. ഇതിന് മാറി ചെറിയ കുട്ടികളെ സൈക്കിൾ. എൻ്റെ സൈക്കിൾ എന്താ കാട്ടി കാറിൻ്റെ ഉള്ളിൽ കുടിക്കുകയല്ലേ ഇനിയോ? അല്ല ഇനിയോ ഹലാക്കിന്റെ നല്ല പുതിയ സൈക്കിൾ വാങ്ങി തന്നീനില്ലേ? ഞാൻ ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ട് വേറെ കുറ്റിയോ നിറയണില്ലേ? നിറഞ്ഞാലല്ലേ അതിന്റെ പൈസ വേണ്ടേ? നിറഞ്ഞാലല്ലേ പൈസ ആകുള്ളൂ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളെ വ്ളോഗ് കുഞ്ഞോളെ നമുക്ക് വെറൈറ്റി വ്ളോഗ് ആക്കിയാലോ? ഇബ്രാഹിം അതിന്റെ അടിയിൽ എന്തോ പറഞ്ഞു. എന്താ ഇബ്രാഹിം പറഞ്ഞ? അപ്പൊ നിങ്ങള് നിലത്തല്ലേ കിടക്കല്, പിന്നെ നിങ്ങൾക്ക് ബെഡ്? ആ നിങ്ങൾ ആ റൂമിലാക്കണ ബെഡും കട്ടിലും പിന്നെ എന്താ കളിക്കണം നിങ്ങൾക്ക്? പേടിയോ? എങ്ങനെ ഇബ്രാഹിമെ? പിന്നെ ഞങ്ങള് മാപ്പിളയും പെണ്ണുങ്ങളും അല്ലേ? ഞങ്ങൾ ഓരോരുത്തർ കിടക്കണ്ടേ? നീ കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങൾ ഓരോരുത്തരെ കിടക്കുക? അതെന്താ? ആരെ പെണ്ണുങ്ങളെ? അതുകൊണ്ട് എന്നെ പെണ്ണട്ടിച്ചേരണ്ടല്ലോ അല്ലേ? നീ വലുതായ പെണ്ണട്ടിച്ചേരണം പറയരുത് കേട്ടോ. അപ്പൊ ഇനി വീഡിയോ ഓഫ് ആക്കട്ടെ കേട്ടോ. ഇനി വീഡിയോ ഓഫ് ആക്കിയാണ്ട് ഇവിടെ വന്നാ ബെഡോ? എന്തിന്? നിങ്ങക്ക് ബെഡ് തരാ. ബെഡ് തന്നാലേ നിങ്ങള് ബെഡില് കിടക്കുവോ? എടാ എന്റെ മീശോന്റെ ഇത് എടുത്തോടുന്ന റിട്ടേൺ കൊടുക്കാനുള്ളത് അതിനെ കാരം. എടാ മീശോ റിട്ടേൺ എടുക്കാനല്ലേ? അത് കൊണ്ടേ കൊടുത്തു, ചുരിദാറൊക്കെ കൊടുത്തു. എന്താ വർത്താനല്ലേ? അന്റെ പേരെവിടെ? കോഴിപ്പറമ്പല്ലേ? യെസ്. അപ്പൊ ഇത് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളടുത്ത് വരുന്ന ഡെലിവറി ബോയ് കേട്ടോ. ഇത് നിങ്ങൾ ഗ്ലൗസ് കൈ കറക്കാക്കാനേക്കാരല്ലേ? ഇത് കമ്പനി തരും, അത് നമ്മള് വാങ്ങണോ? പെണ്ണിട്ടില്ല. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലേ? കാണുമ്പോ നല്ല പ്രായം ഉണ്ടല്ലോടാ. ആണല്ലേ? ഒരു വയസ്സന്മാരെ കോലയിക്കണേതായാലും കിട്ടാലെ കൊണ്ട് ഇങ്ങനെ പോകുന്ന തോന്നണേ. OTP ആണോ? എന്തായി സോന? സാധനം സെറ്റായോ? അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് കുട്ടികൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ? തുറക്കണ ഡിക്കി. ഒച്ചണ്ടാക്കണ്ട, ഒക്കെ പാഞ്ഞു വരും. അപ്പൊ ഗൈസ്, കുട്ടികളെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എന്ത് ഓൽക്ക് നിലത്ത് കിടക്കാൻ വെച്ച ഓൽക്ക് ബെഡ് വേണമെന്ന് അറിയാണ്ട്. അപ്പൊ ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാൽ ഇനി ഞങ്ങളെ ബെഡ് ഓൽക്ക് കൊടുത്തുകാണ്ട് നമ്മളെ കട്ടിലുമ്പോൾ നമ്മൾ വേറൊരു ബെഡാണ് വാങ്ങി. നടക്കൂലേ? അപ്പൊ ഗൈസ്, നമ്മൾ വാങ്ങിയിട്ടുള്ളത് എമ്മ ജർമ്മനി ആണ് കേട്ടോ. എമ്മ ജർമ്മനി. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയോ? അതായത് 100 ദിവസം ഇതിൽ ബെഡിൽ നിങ്ങൾക്ക് കിടക്കാനുള്ള വാറണ്ടി കിട്ടും. അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ
100 ദിവസം കടന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. അങ്ങനത്തെ ഒക്കെ സംഭവമൊക്കെ ഉള്ളതാണ് ഈ എമ്മ ജർമ്മനി. അതേപോലെ മെഡിക്കൽ ബെഡ് പോലെ നല്ല ഫീൽ, ഏറ്റവും നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റുന്ന ബെഡാണിത്. അപ്പം ഇത് പൊട്ടിച്ചില്ല നമ്മൾ അടച്ചളാ. ആ ഇനി ജി ബെല്ലടിച്ച പോയിട്ട് ഞങ്ങള് എവിടെ മെച്ചി എന്താണ് എങ്ങനെ മനക്കറിയണേ? ഇത് TV കണ്ടിക്കണോ? വെറുതെ പറയേ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉള്ള ബെഡാണ് കേട്ടോ. ഇമ്മയല്ല ചേച്ചിനത് എന്താ ഇമ്മ വെച്ചാണോ? അപ്പൊ ഞാൻ പറയാം അമ്മ അയച്ചെന്ന്. ആ ചേച്ചി ഇമ്മയല്ല എമ്മ ബെഡ്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ബെഡാണ്. അല്ലാതെ കുറെ ആളുകൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ബെഡാണ് അല്ലേ? പൊളിച്ച നിക്ക് ഉള്ളിൽ കയറ്റണം. ഉള്ളിൽ ആരാ പൊളിച്ചത്? ഞാട്ടല്ലാൻ്റെ കത്തെടുത്തോണ്ടിരാൻ പറഞ്ഞേ. നിങ്ങൾ പൊളിച്ചണ്ട, കത്തെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞേ. ഞാന് ഇബ്രാഹിമേ കത്തെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ഞാന്. ഗൈസ് അങ്ങനെ എന്നാ ഇത് പൊളിച്ചു. ഗൈസ് അങ്ങനെ നമ്മള് എമ്മ ബെഡ് പൊട്ടിക്കാൻ പോകട്ടോ. കയ്യെടുത്തളാ ഇതൊക്കെ മുറിച്ച് വെക്കണം. അതായത് ചുരുട്ടി കൂട്ടിയാണ്ട് ചെറിയൊരു ബോക്സിലാക്കിയാണ് വരുമ്പോ നമ്മൾ ഇത് ചെറിയ ബെഡാണല്ലോ. ഇത് ചെറിയ ബെഡല്ല. ഇതിന്റെ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചാൽ ഇത് പൊട്ടിച്ചിട്ട് ശരിക്കും 5 മണിക്കൂർ അല്ലേ, 5 മണിക്കൂർ തൊടാതെ ഇടണം എന്നാണ്. എന്നിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ. അത് ഞാൻ ആ സമയത്ത് ഞാൻ ബാക്കി കാണിച്ചല്ലോ. ഓക്കെ, ഇവിടെ നല്ലത് പൊട്ടിച്ചണേ. അതെ, വലിയ ബെഡ് അല്ലേ? അതെ, ഓട്ടൊന്നുമില്ല, ഇത് ഊതണതല്ല. അത് വേറെ ഇത് നമ്മളെ റൂമിക്കട കൊണ്ടുപോകാം സോനു കേട്ടോ. ഇവിടെ നിന്ന് കണ്ട് ഇതാക്കി പൊട്ടിച്ച് ചളിയാവും. ഓക്കെ, വെയിറ്റ് ഉണ്ട്. അത് അടിയിൽ കയറില്ലേ കേട്ടോ. അത് നല്ല കനമുള്ളതാണ്. ഒരു പോട്ടെ റൂമുക്ക്. ഇപ്പച്ചി ഇതായിക്കൊണ്ട് ഈ ബെഡ് നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് പുതിയ ബെഡത്തിന്റെ മുകൾക്കാണ് ഇട്ട കേട്ടോ. എന്നിട്ട് ഈ ബെഡ് കുട്ടികൾക്ക് കിടക്കാനും കൊടുക്കാം. പറ്റൂലേ? ഓൾക്ക് ഈ ബെഡിൽ കിടന്നാൽ, നിങ്ങൾക്ക് ഈ ബെഡിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ബെഡ് കേട്ടോ. അങ്ങനെ ഇട്ടേ പോരെ? മാറി ഓക്കെ, സംഭവം പുറത്ത് ചാടിട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചാടിച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ കട്ടർ കേട്ടോ. അത് ഈ കട്ടർ ഉപയോഗിച്ച് കാണും മാത്രമേ ഈ സംഭവം എന്ത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കത്തിയോടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെന്തെങ്കിലും ഹോളോ കാര്യങ്ങളൊക്കെ കീറലോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നത്.
അപ്പൊ കേസ് നമ്മളത് മുറിക്കാൻ പോകണ്ട. അതിന്റെ പ്ലാസ്റ്റർ ഈ ഒരു സീലിന്റെ തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇബ്രാഹിം മാറുന്നോ? മാറിപ്പോയിടാ. അപ്പൊ ബെഡ് സെറ്റ് ആട്ടോ. ഇറങ്ങിക്ക നേരത്താവും. ജിബ്രാൻ പൂർണ്ണമായി വെറുതെ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ എമ്മ ബെഡ് നല്ല കട്ടിൽ നല്ല സുന്ദരമായി റെഡിയായി നിൽക്കുന്ന സീനാട്ടത്. അപ്പോൾ എമ്മ ജർമ്മനി ബെഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമല്ലോ. ജർമ്മനിയിൽ അതായത് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ബെഡാണ് ഈ എമ്മ മാട്രസ്. അതേപോലെ തന്നെ 100 നൈറ്റ് ഫ്രീ ട്രയൽ ഉണ്ട് നമുക്ക്. അതായത് 100 ദിവസം നമുക്കിത് ട്രയൽ നോക്കാൻ പറ്റും. ബെഡ് കിടന്നിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടി എമ്മ നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ആയിട്ടും അതേപോലെ നല്ല സ്പീഡിലും നോ കോസ്റ്റ് EMI ആയിട്ടും ഈ സംഭവം നമ്മളെ വീട്ടിലെത്തിച്ചു തരും. അതേപോലെ സ്പെഷ്യൽ ബ്ലേഡ് ഫോർ കട്ടിങ്. നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ നമ്മൾ സാധാ കത്തിയോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് പരിക്കും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് നല്ല കട്ടിങ് നല്ല കണ്ണിങ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലേഡ് ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ 55% ഓഫർ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ. പിന്നെ നമ്മുടെ ഈ താഴെ കൊടുത്ത കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ A60 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട, കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. പിന്നെ ഈ ബെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കിടന്നുറങ്ങാനുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് നമ്മൾ കിടന്നാൽ മതി, അങ്ങോട്ട് ഉറങ്ങിപ്പോയിക്കോളും. അത് വെറുതെ ഒന്നല്ല കേട്ടോ പറയണേ. കാരണം 6 ലെയറാണ് ഈ ബെഡിനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. അൾട്രാ ഡ്രൈ കവർ, പിന്നെ എയറോജൽ ഫോം ലെയർ, പിന്നെ ഹാലോ മെമ്മറി ഫോം ലെയർ, എയറോഫ്ലിക്സ് സ്പ്രിംഗ് ലെയർ, പിന്നെ HRX എഡ്ജ് സപ്പോർട്ട് ലെയർ, ആൻറ്റി സ്കിഡ് ലെയർ. ഇപ്പോൾ ഈ താഴെ കാണിച്ച സംഭവം ആൻറ്റി സ്കിഡ് ലെയറാണ്. അതായത് ബെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിലിട്ട് കഴിഞ്ഞാൽ നീങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിരിപ്പുള്ളൊരു സംഭവമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്, സ്കിഡ് ആവാതിരിക്കാൻ. അങ്ങനെ എങ്ങനെ നോക്കുകയാണെങ്കിലും എമ്മ ഒന്നും പറയാല്ല, സൂപ്പർ സാധനം, ക്വാളിറ്റി സംഭവം. ഇനി ചാടിക്കോളി ബെഡിൽ ചാടിക്കോളി. അതിന് അതായത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടകളി, ഇവർ ഈ ചവിട്ടുന്ന ഭാഗത്തൊക്കെ നമ്മൾ പൊതുവേ എല്ലാ ബെഡിനും ഉണ്ടാകുന്നതാണ്, ചവിട്ടി അവിടെ കുഴിയാവും. ഈ ബെഡിന് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അല്ലേ. ഞാൻ 3 ആൾ കിടന്നിറങ്ങിക്കാണി, കിടന്നിറങ്ങി. എന്താ ഉറക്കല്ലേ, സുഖമായിട്ട് ഉറങ്ങല്ലേ നീ? സെറ്റല്ലേ, ഹാപ്പി അല്ലേ? മതി മറിയുള്ളൂ, ബുക്കുള്ളൂ. അടിപൊളിയാ? കിടക്കാൻ എങ്ങനെയുണ്ട്, ഉറങ്ങാൻ എങ്ങനെയുണ്ട്? സൂപ്പറായോ? ഞാൻ എല്ലാവരും താഴെ കിടക്കണം കേട്ടോ ബെഡില്. ഓക്കെ ജിബ്രാൻ, ഓക്കെ അല്ലേ?
അല്ലേ? ഈ ബെഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് ഉറങ്ങും. ഊരവേദന ഈ സ്പ്രിങ്ങിന്റെ ബെഡിലൊക്കെ കിടന്നാല് ഊരവേദന കൊണ്ട് ചെറിയ. ആ അപ്പൊ ഗൈസ് അങ്ങനെ കുഞ്ഞോളെ നമ്മൾ അടുത്ത പരിപാടി എന്താ ഈ ലൈറ്റ് ഒന്ന് ഇട്ടാ ഫുള്ളായിട്ട് കോഴിമുട്ട. അതായത് നമ്മളെ ഈ ബെഡിൽ കോഴിമുട്ട വിരിക്കാനുള്ള പരിപാടിയാ. പറ്റൂലേ? എന്തേ? അപ്പൊ അതൊന്നല്ല പരിപാടി. ഈ ബെഡിന്റെ സ്റ്റെബിലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കണ്ട ആൾക്കാർക്ക്. അതായത് എവിടെയാണോ കുത്തുന്നത് ആ ഭാഗം മാത്രം താഴും, എന്നിട്ട് അതേപോലെ പൊന്തി വരും. അല്ലാതെ അതിന്റെ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും അറിയില്ല. മനസ്സിലായോ? അത് അപ്പൊ അതിന്റെ ഒരു ഇത് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ കോഴിമുട്ട വെച്ചിട്ട് ഞാൻ അതിമൊക്കെ അടക്കും. കോഴിമുട്ട പൊട്ടുണ്ടോ നോക്കാം. അപ്പൊ കഴിച്ച് നമ്മളെ ഈ ബെഡിൽ വെച്ച മുട്ടയ്ക്ക് മുകളിലൂടെ കടക്കാൻ പോകട്ടോ. കടക്കാൻ വേണ്ടിട്ട് പോകണം. ഓക്കെ, പൊട്ടുണ്ടോ നോക്കാലോ മുട്ട. അയ്യോ അയ്യോ പൊട്ടിയില്ല ഗൈസ്, പൊട്ടിയില്ല. നോക്കൂ, അതാണ് ഇതിന്റെ പവർ. എങ്ങനെയായാലും ഒരു കോഴിമുട്ട എങ്ങനെ അമർത്തിയാലും ഇതിനൊരു പരിപ്പ് വരും. ഞാൻ കാലുകൊണ്ട് ആണെങ്കിൽ ചവിട്ടിയിട്ട് കാണിച്ചു തരാം. കാലുകൊണ്ട് വേണമെങ്കിൽ ചവിട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ പതുക്കനെ ഒട്ടുന്നില്ല. കണ്ടോ? പൊട്ടൂല ഗൈസ്, അതാണ് ഇതിന്റെ പവർ. കണ്ടോ പവർ? കണ്ടോ ബെഡിന്റെ പവർ? എനിക്ക് മുട്ട പൊട്ടാത്ത മനസ്സിലായില്ല. അപ്പൊ നമ്മൾ അടുത്ത പരീക്ഷണം എന്താ അറിയോ? വെള്ളം. അതായത് ഈ കളർ വെള്ളം കണ്ടില്ല നിങ്ങള്? ഇത് ഈ ബെഡില് ഞാൻ ഇവിടെ വന്ന് ചാടും. അതെനിക്കറിയാം, തുള്ളിയായാ പോവില്ല എന്നല്ലേ, വെള്ള കളറല്ലേ. പക്ഷെ ഇതൊരു തുള്ളി ആവൂല എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻറ്റ്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോ ഇവിടെ കിടക്കുന്ന രണ്ടാൾക്കാരാണ്. ഒരാളും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു പറഞ്ഞു നടന്നാലും മറ്റാളും അറിയില്ല. അവിടെ ആളെ ഇളകിക്കണ അനങ്ങിക്കണമെന്നൊന്നും. അത്രക്കും പെർഫെക്റ്റ് ആണിത്, ഇതിന്റെ ബെഡിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചാടിയാലും ഈ ഗ്ലാസ്സിനൊന്നും പറ്റൂല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ബെഡിൽ കണ്ടില്ല കളർ വെള്ളം നിറച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബെഡിക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ചാടുമ്പോ എന്ത് ചെയ്യണ്ടോ? ഈ വെള്ളം മറിയുണ്ടോ നോക്കട്ടോ. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ കടന്ന ഒരാളാണെങ്കിലും ഈ സംഭവം അറിയില്ല. അതാണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ്. ഒരു മാറ്റം ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇതാണ് ഈ ബെഡിന്റെ ഹൈലൈറ്റ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഗൈസ് എമ്മ ബെഡ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ 55% ഡിസ്കൗണ്ടിലാണ് വെബ്സൈറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള ഈ താഴെ കൊടുത്ത സംഭവം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ മറക്കണ്ട, എമ്മ ബെഡ്.